എന്താണ് എന്താണ് കറക്റ്റാ. എന്ത് കറക്റ്റ്? സൈഡ് കറക്റ്റാ. മാവേല അപ്പൊ സത്യമലയാളി നമ്മൾ എത്ര ഉദ്ദേശിക്കുന്നത്? നാളെ ആയിക്കോട്ടെ. ആ ചായ നിങ്ങൾ കടുപ്പത്തില് വെള്ളം കുറച്ചിട്ട് ഒന്ന് തന്നെ. ഉണ്ണിയെ ചായന്റെ കാര്യമല്ല, ക്യാമറന്റെ കാര്യം സംസാരിക്കണത്. ഉണ്ടാണ്ടിരി അവിടെ അതൊന്നു മതിയല്ലോ. ഒന്നോ? ആ ഒരെണ്ണം മതി. വല്ല വഴിപോക്കരോ അല്ലെങ്കിൽ കള്ളന്മാരാരെങ്കിലും ചാടി വരണ്ടെങ്കിൽ അത് നമുക്ക് കാണണം. അത്രല്ലേ വേണ്ടു. ഇല്ല സത്യേട്ടാ, മൂന്നാലെണ്ണം വെച്ചോ. കള്ളന്മാരിപ്പൊ ഫ്രണ്ടിൽ നിന്ന് തന്നെ വരണമെന്നില്ലല്ലോ. അവര് ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും നോക്കിയാണ് ഇപ്പൊ കേറണതേ. അതെ, ഇപ്പത്തെ ഒരു ട്രെൻഡ് 8 എണ്ണം കേട്ടോ. 8 എണ്ണം അഷ്ടദിക്കുന്ന കാഴ്ചയാണേ. ഇപ്പൊ അധിക വീടുകളിൽ ഞങ്ങൾ 8 എണ്ണം വെക്കണേ. ഏത് വീട്ടിലെ 8 എണ്ണം ഒരുമിച്ച് വെച്ചത്? സത്യേട്ടൻ പറഞ്ഞ കറക്റ്റാ. ഒറ്റ ഒന്ന് മതി. അതെ, നമ്മൾ രണ്ടുപേരും 8 എണ്ണം ഒരുമിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. ഒരു മിനിറ്റ് സത്യേട്ടൻ. അവിടെ വെക്കണം. 20 ഉറുപ്പ്യുണ്ട്. പോകുമ്പോ ഒരു ചായ കുടിക്കുക, ബസ്സിനീസും കൊടുക്കുക. 10 ഉറുപ്പ്യ കയ്യിൽ വെച്ചോ. പോകുമ്പോ ഞാൻ ചായ കുടിച്ചോളും. ബസ്സിന് പോകുന്നില്ലല്ലോ, ഞാൻ മുതലാളിന്റെ കൂടെയാണല്ലോ വരുന്നത്. ഒരു കാര്യം പറയും ആവശ്യമാണ്. സത്യേട്ടൻ പറഞ്ഞ കറക്റ്റാ. ഒറ്റ ഒന്ന് മതി. ഒന്ന് മതി. അല്ല, അത് ഒന്നിന്റെ ഒരു പ്രശ്നം പ്യാരി ഒന്ന് പറഞ്ഞു കൊടുത്തേ. അല്ല, ഈ 8 എണ്ണത്തിന്റെ ഒരു പാക്കേജ് അല്ലേ? പാക്കേജാണ്. അപ്പൊ സത്യേട്ടാ, ആ പാക്കേജ് ബുക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ 4 എണ്ണം ഇവിടെയും പിടിപ്പിക്കുക, ബാക്കി പറഞ്ഞ 4 ക്യാമറ എന്റെ വീട്ടിലും പിടിപ്പിക്കാല്ലോ. അല്ലോ, അത് നടക്കൂലേ? അത് ഒരു വീട്ടിലേക്കുള്ള പാക്കേജ് ആണല്ലോ. അത് ഒരു വീടായിട്ട് കാണിച്ചാ പോരെ? അതെ, അത് നടക്കൂല. എന്റെ മുതലാളി ഒന്ന് ചെയ്തു കൊടുക്ക്, നമുക്ക് 8 എണ്ണം ഒരുമിച്ച് കാണാലോ. അതെ, അങ്ങനെയാണെങ്കിൽ പകുതി പൈസ ഓനും തരും, പകുതി പൈസ ഞാനും എടുക്കാം. അങ്ങനെയാണോ? കുഴപ്പമില്ലല്ലോ. ഇല്ല, പൈസയുടെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. 8 എണ്ണം ഇവിടെ ഫ്രീ കിട്ടുമ്പോ 4 എണ്ണം വീട്ടിൽ വെക്കാല്ലാന്നാ കരുതിയത്. അങ്ങനെ ചുളിവില. അല്ല, അതെന്തായാലും നടക്കൂല. കാരണം ഇത് 2 റിസീവർ ഒക്കെ വേണേ. വലിയ പ്രശ്നമാണ്. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു റിസീവർ മതി. ഞങ്ങൾ ഒരു കുടുംബം പോലെ താമസിക്കണല്ലേ. അല്ല, അത് നടക്കൂല. നമുക്ക് ഇവിടെ 8 എണ്ണം വെച്ചാലാന്ന്. അതെ സത്യേട്ടാ, ഇനി അതിലൊരു തർക്കം വേണ്ട. 4 എണ്ണം കൂടെ ആയിക്കോട്ടെ. അതാണ്. മോളുടെ ഒക്കെ ഒരു കല്യാണാലോചന വരുമ്പോ വീട്ടിൽ എത്ര CCTV ക്യാമറ ഉണ്ടെന്നൊക്കെയാണ് ഇപ്പൊ ചോദിക്കണത്. അല്ല, അതൊക്കെ ചോദിക്കേണ്ടത് ശരി തന്നെയാണ്. അതുമല്ലെന്ന്, നമ്മളെ ഈ ഏരിയയിൽ ഇപ്പൊ CCTV ക്യാമറ ഇല്ലാത്ത വീടില്ലല്ലോ. അത് തന്നെ. മുതലാളിയുടെ വീട്ടിലുണ്ടാ വെറുതെ പടായി പറയുന്നത്. സത്യേട്ട ഒറ്റൊന്നു മതി. അതെ മൊയ്തോ, എനിക്കിപ്പോ വീടിന്റെ ചുറ്റോറം ക്യാമറ വെക്കാൻ ഒരു താല്പര്യമില്ല. എന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയണത് എന്താ വെച്ചാല്, ഞാൻ ഇവിടുന്ന് രാവിലെ ഓഫീസിൽ നേരത്തെ പോകുമല്ലോ. വൈഫ് മുറ്റടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആ മതിലിന്റെ അപ്പുറം നിന്നിട്ട് ആരോ ഒരാളിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് വീട്ടിലേക്ക്. അതാരാന്ന് കണ്ടുപിടിക്കണം. ഇവള് പോയി നോക്കുമ്പോ ഇയാളെ കാണാനുമില്ല. ഈ ഒരു ഉദ്ദേശത്തിനല്ല ഇപ്പൊ നിങ്ങൾ ക്യാമറ വെക്കണേ? ആ ഒരൊറ്റ ഉദ്ദേശത്തിന് വെക്കണേ. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം നിർബന്ധമായിട്ട് വെക്കണം. അതെന്തിനാണ് പറയുന്നുണ്ടെന്ന് തോന്നരുതേ. ഈ ചങ്ങാതി വന്നിട്ട് അവിടുന്ന് ഗോഷ്ടി കാണിക്കുമ്പോഴേ നിങ്ങളെ ഭാര്യ തിരിച്ചങ്ങോട്ട് വല്ല സിഗ്നലും കാണിക്കണ്ടോന്നും കൂടി എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കാന്ന്? വേണ്ടാത്തൊന്നല്ലേ, നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യം. ചേച്ചി ആട്ടാ ഇപ്പൊ എല്ലാം എന്നാ പിന്നെ ഒന്ന് മതി. ഞാൻ പറഞ്ഞത് ഒന്ന് മതിന്ന്. എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ, അവരെ ഫിറ്റ് ചെയ്യട്ടെ. അല്ലെങ്കിൽ പിന്നെ റിസ്കിന് നിക്കണ്ട മൊയ്തോ. 4 എണ്ണം വെച്ചോ അല്ലേ? അതാണ് അതിന് കറക്റ്റ്. എന്നാ പിന്നെ ഇവിടുന്ന് നേരെ ഗേറ്റിലേക്ക് ഒരെണ്ണം, പിന്നെ ആ ഭാഗത്തു നിന്നാണ് ഈ ഒളിഞ്ഞോട്ടം. അവിടേക്ക് ഒന്ന് വെക്കാം. ഒന്ന് ആ ഭാഗത്തേക്ക് വെക്കാം കേട്ടാ. പിന്നെ ഈ കോമ്പൗണ്ടിന്റെ അവിടെ ഒന്ന് കന്നിമൂല. അപ്പഴേ പെട്ടി പറഞ്ഞ 3 എണ്ണത്ത് പുറത്തു. പിന്നെ വേറെ കാര്യം, ഇനി അതിന്റെ വേറെ എന്തൊക്കെയാ പരിപാടി എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇവന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് തലയിൽ കയറില്ല. അതാണ് ആയിക്കോളും. ഞങ്ങൾ പണി കൊടുക്കാൻ പെട്ടി തുറക്കണ 3 എണ്ണത്ത് പുറത്തിട് കൊടുക്കണ്ട. ചായ കുടിച്ചിട്ട് തുടങ്ങാൻ വെച്ചിട്ട് പോയിട്ട്. എന്നാലും സത്യേട്ടാ, ചേച്ചീനെ ഒളിഞ്ഞു നോക്കണ ആരായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കണത്. കുറച്ച് പ്രായമുള്ള ഒരാളാണ് നമ്മള് പറഞ്ഞത്. ആണോ? നരണ്ട് ഇത്ര. അതിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊക്കാം. അല്ല, ഇത് നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ. ഉറപ്പല്ലേ? വേറൊരു കാര്യം, ഇവിടെ ഈ ക്യാമറ വെച്ചിട്ടുണ്ട് എന്നുള്ള നാട്ടിൽ കൂടെ ആരോടും പറയണ്ട. അതെന്തിനാണ്? അല്ല, അത് അവന്മാരോടും പറയണം. അത് പറയാ, അവന്മാരത് പറയൂല, അവരുടെ ബിസിനസ് അല്ലേ. ഇവിടെ നിന്നറിഞ്ഞു എന്റെ അടുത്ത്. അവനെന്തൊരു പിടിപ്പില്ല. അവന് ചെറിയൊരു വേവുറവുണ്ട്. പറയൂല അവൻ.
എന്താ ശീതള? ആ അല്ല മന്മേട്ടൊന്നും പോയില്ലേ? ഞാൻ പോയില്ല. വയറിന് ചെറിയൊരു പ്രശ്നം. അയ്യോ, എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു ഇന്നലെ കഴിച്ചതിന്റെ ഒരു എന്തോ പ്രശ്നം. ആണല്ലേ? എന്താ വന്നത്? ഇല്ല, ഞാൻ ഒരു ഇതേ ഒരു മരണം ഉണ്ടായി. എവിടെ? ആര്? അല്ല, ഒരു എലി മരിച്ച്. എലി മരിച്ച? അല്ല, ചത്ത്. അതിന് അല്ല, അപ്പൊ അതിനൊന്ന് കുഴിച്ചിടാൻ വേണ്ടി ഇവിടെ ഒന്നും കുഴിച്ചിടാൻ പറ്റില്ല. അല്ല, ഇവിടെ കുഴിച്ചിടാനല്ല മന്മേട്ടാ, വീട്ടിൽ തന്നെയാണ്. അതിനിപ്പോ എന്താ വേണം? ഇല്ല, ഞാൻ അപ്പൊ മറ്റേ മന്മഥൻ അല്ല, മമ്മട്ടി. മമ്മട്ടി. അല്ല, ഈ 2 ദിവസം മുമ്പ് നീ ഒരു പൂച്ചയത്തെന്ന് പറഞ്ഞ് കുഴിച്ചിടാൻ ഇവിടെ നിന്ന് മമ്മട്ടി എടുത്തോണ്ട് പോയല്ലോ. അല്ല, ഇവിടെ ശാരദേച്ചിയുടെ പൂച്ചയില്ലേ, ആ വലിയ പാലുള്ളത്, അത് ചത്തിരുന്ന് കഴിഞ്ഞ ആഴ്ച. അതിനെ കുറിച്ചിടാൻ വേണ്ടി ചാവള കേസല്ല നീ തന്നെയാണ്. വേറെ ആരും ഇല്ലേ ഇവിടെ? എല്ലാരും പണിക്ക് പോണല്ലേ, അപ്പൊ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യണേ. നമുക്ക് പണിയൊന്നും ആയില്ലേ അല്ലേ? ഉവ്വ, ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കാനുള്ള. കുറേ വർഷമായില്ലേ? ഉവ്വ, ഇപ്പൊ ഈ പ്രാക്ടീസിന് വന്നപ്പോഴേ അവര് പാത്രം കഴുകാൻ പറഞ്ഞപ്പോ അങ്ങനെ ഇട്ടിട്ട് പോന്നാണ്. ശരി ശരി, മമ്മട്ടി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ അടിക്കടിക്ക് മമ്മട്ടി എടുക്കാൻ വന്നാണ്ടല്ലോ, ഞാൻ അതിന് വാടക ചാർജ് ചെയ്യും. പിന്നെ ശവാടം കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചുകൊണ്ട് വെച്ചാൽ ഞാൻ അവിടെ തന്നെ കൊണ്ടുവന്ന്. ഇല്ലാന്ന് അപ്പുറത്ത് പത്രം വായിക്കാണ്. ഞാൻ കണ്ടിട്ടല്ലേ വന്നത്. ഞാൻ കണ്ട അപ്പുറത്തിരുന്ന് പത്രം വായിക്കാണ്. എന്താണ്? വേഗം പറഞ്ഞിട്ട് പോ. ഞാൻ നിനക്കൊരു സാധനം മേടിച്ചാണ്. ഏയ്, കൈ കാണിച്ചേ. സ്വർണ്ണൊന്നും അല്ല, അത് ഗോൾഡാണ്. ഞാനതിന് എന്താണ് നല്ല വില ഉള്ളതാണ്. അതെ, പുത്തൻ സാധനമല്ലേ. മേടിച്ചാണ്, കൈ കാണിക്കും. ഇനി അച്ഛൻ പറഞ്ഞതിന് മുമ്പ് രസമില്ലേ? കിടക്കട്ടെ. അതൊക്കെ ഉണ്ട് എന്റെ കയ്യിൽ. അതിനൊക്കെ കാശുണ്ടോ? നോട്ടെ, രസമുണ്ടല്ലേ? ഇല്ലാന്ന് അപ്പുറത്ത് പത്രം വായിക്കാണ്. നോക്കട്ടെ, ഇതിന്റെ ഈ സൈഡ് നോക്കട്ടെ. ഞാൻ പോണ്ട. ഏയ്, കിട്ടിയില്ല. ഞാൻ വരണോ? കിട്ടിയില്ലേ? കൊടുത്ത്. അല്ല, കിട്ടി. ഇതെന്താ ഇത്? ഇത് ഇവിടുന്ന് കിട്ടിയാണ്. ഇവിടെ കിടക്കുന്ന സാധനമൊക്കെ എന്തിനാ എടുക്കണേ? അല്ല, ഇല്ല വന്നേട്ടാ, ഞാൻ പറഞ്ഞില്ലേ എലീന ഇതില് പൊതിഞ്ഞിട്ട് കുഴിച്ചിടാല. അതെ, നിനക്ക് ആവശ്യമുള്ള സാധനം നീ എടുത്തോ ഇവിടുന്ന്. എന്ത്? എന്താ? എടാ, മൺമട്ടി വേണ്ടേ? ഇരിക്കല്ലേ? മൺമട്ടി എടുത്തില്ല. അത് പാര. പാരയാണല്ല. ഞാൻ പോകട്ടെ. പോ, എനിക്ക് വിളിച്ചിട്ട് പണിയുണ്ട്. അങ്ങോട്ട് പോ. അത് വീട്ട് തട്ടല്ലേ ആവശ്യമില്ലാതെ. അത് പഠിക്കണ്ടേ? അത് ഞാൻ കാണിച്ചു തരാം, അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. വെറുതെ അതും വീടുന്നിട്ട് കുത്തിയിട്ട് കാര്യമില്ല. ഇപ്പൊ 4 ക്യാമറയുടെയും വീഡിയോസാണ് ഈ കിടക്കണം. അതെ, ശരിക്കും ആ മന്മഥന്റെ വീടിന്റെ ഭാഗത്തേക്ക് വെച്ചതുണ്ടല്ലോ, അത് അങ്ങനെ വെക്കണ്ടായിരുന്നു അല്ലേ? പിന്നെന്താ, അപ്പൊ ആ സൈഡിൽ നിന്നുള്ളത് നമുക്ക് കാണണ്ടേ? അല്ല, എന്നാലും വീടിന്റെ ഇങ്ങനെ അവസാനല്ല, അതൊരു ക്യാമറക്ക് ഇത്ര ദൂരം ഉണ്ട്, അത് കിട്ടും. അത് ഡേ നൈറ്റ് ക്യാമറയാണ് ഇത്. രാത്രിയും ഇതുപോലെ തന്നെ ലൈറ്റ് ഉണ്ടാവും. ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ, മന്മഥന്റെ സൈഡിൽ. ഇത് മറ്റേ ഇവനല്ലേ?
അത് ശീതളൻ. അവള് ഇറങ്ങി വരണുണ്ടല്ലോ. എന്തോ ചുറ്റിക്കളി കണ്ടിട്ടാ സത്യേട്ടാ. വളയിട്ട് കൊടുക്കുകയാണ്. വള കൊണ്ട് അത് ശരി കയ്യിലിട്ട് കൊടുക്കണം. ഉമ്മ കൊടുത്താണ്. എന്നോട് ഇന്നലെ വൈഫ് പറയണേ നല്ല പയ്യനാണെന്ന് അവൻ. ആ ഇവനെ കണ്ട് പഠിക്കണമെന്ന്. അതെ അയാൾ വന്നണ്ടേട്ടാ. കണ്ടിട്ടില്ല. ഇയാള് ഹെൽമെറ്റ് വെച്ച് കിടന്നില്ലെങ്കിൽ ശീതളം തല ചവിട്ടി പൊളിക്കോട്ടെ രാത്രി. ഇയാളെന്ത് ഇങ്ങനെ നടന്നു തന്നെ മൂത്തൊഴിക്കാൻ വൃത്തികെട്ടവൻ. എടോ ഞങ്ങളിവിടെ ഇരിപ്പുണ്ടോ? ഇത് ഞാനൊന്ന് എന്റെ ഫോണിലോട്ടേ ഒന്ന് കോപ്പി ചെയ്തെടുക്കട്ടെ ഏട്ടാ. എന്തിന്? അല്ല ഇടക്ക് എനിക്കൊന്ന് കാണാലോ അത്. ഇല്ല സത്യേട്ടാ. അത് പിന്നെ എങ്ങനെയാലും ഫോണിൽ നിന്ന് പോകും. എവിടെ പോവാ, ഞാൻ മാത്രമൊന്നും ഇടക്ക് കാണുള്ളൂ. ഇതിൽ നിറഞ്ഞു കഴിയുമ്പോ ഇതൊക്കെ പോകും. അതുകൊണ്ടാണ്. അമ്മച്ചിയാണ് സത്യം, ഞാൻ ആരെയും കാണിക്കൂല. കണ്ട മോശം ഇല്ലാന്ന്. അതിന് ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം. മാത്രല്ല എന്താ അറിയാതെ അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ മന്മഥം മുള്ളണത് ഭയങ്കര കാര്യമാണല്ലോ. എന്റെ സത്യത്തെ പേടിക്കണ്ട, ഞാൻ ആർക്കും കൊടുക്കൂല. ഇടക്കൊന്ന് കാണാല. എന്താ പ്രശ്നം എന്നറിയോ? ഇത് ഇവിടുന്നാണ് ഇങ്ങനെ സംഗതി ഉണ്ടായിട്ടുള്ളത്. ഇത് പോയി എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനും ഞാനുമായിട്ട് തമ്മിൽ തെറ്റേണ്ടി വരും. അതിന് എവിടെങ്കിലും പോയാലല്ലേ കുഴപ്പമുള്ളൂ. ഇത് ഞാനും ദൈവവും സത്യേട്ടനും മാത്രമേ അറിയുള്ളൂ, ഒരാളും അറിയൂല. ആള് കൊള്ളാല്ലേ, പാവത്തെ പോലെ നടക്കണേ. നമ്മളോടൊന്നും ഉണ്ടാവില്ല. ക്ഷേച്ച വലിയ പഠിപ്പിച്ചിട്ടാ പറയുന്നത്. ഉണ്ട് പഠിപ്പിച്ചു. ഓ അതെ, ഇവിടെ ഇരുന്നിരുന്ന് എന്നെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കിണറ്റി വീഴും. ഓ ഞങ്ങള് കിണറ്റി വീഴാണ്ട് പോയിക്കോളാം. പക്ഷെ മന്മഥേട്ടൻ കുളത്തി വീണ്. ഓ അതെ, ഇവിടെ ഇരുന്നിരുന്ന് എന്നെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കിണറ്റി വീഴും. ഓ ഞങ്ങള് കിണറ്റി വീഴാണ്ട് പോയിക്കോളാം. പക്ഷെ മന്മഥേട്ടൻ കുളത്തി വീണ്. എന്തോന്നടേ ആക്കുന്നതാണ്? അയ്യോ ആക്കിയൊന്നുമല്ല, ഞങ്ങള് കാര്യം പറഞ്ഞതാണ്. നീ തരത്തിന് തമാശ പറഞ്ഞ് കളിക്കും കേട്ടോ. അയ്യോ ഇല്ല മന്മേട്ടാ, മന്മേട്ടന്റെ വീട്ടില് ടോയ്ലറ്റ് ഒന്നുമില്ലേ വീടിനകത്ത്? 4 ഉണ്ട്. 2 മേളത്തെ നിലയിലും 2 താഴെയുണ്ട്. പിന്നെ എന്താ ഈ പുറത്തു പോയി മൂത്രം ഒഴിക്കണത്? കാറ്റൊക്കെ കൊണ്ട് നിൽക്കാലോ, സുഖല്ലേ. ആര് പുറത്തുനിന്ന് ഒഴിച്ചെന്ന്? മന്മേട്ടൻ. എന്തോന്നടേ നിങ്ങളെന്തോ നീ എന്നെ എന്തോ കരുതി കൂട്ടി എന്തോ കളിയാക്കാൻ നിൽക്കുകയാണല്ലോ. അയ്യോ അല്ലല്ല, മന്മേട്ടൻ പുറത്തു പോയി മൂത്രം ഒഴിക്കണ എന്താന്ന് ചോദിച്ചതാണെന്നേ. ഞാൻ പുറത്തൊന്നും പോയി മൂത്രം ഒഴിക്കാറില്ല. ഞാൻ എന്റെ വീട്ടിലെ ടോയ്ലറ്റിന് അകത്ത് തന്നെ പോയി ഒഴിക്കാറ്. അല്ല മന്മേട്ടാ, മണ്ടു ഇച്ചിരി വളയിടില്ല, എന്താ വിളിക്കാൻ? ഞാൻ വളയിടല്ല. വളയിടല് വേണ്ടി ഞങ്ങളൊന്നും വിളിച്ചില്ല. ഓ നമ്മളൊക്കെ മോശക്കാരായി. മണ്ടുവിന് ആലോചനകൾ വരുന്നതേ ഉള്ളൂ കേട്ടാ. വളയിടല് സമയമാകുമ്പോ ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കാം. അപ്പൊ വന്നാൽ മതി. മിക്കവാറും ഈ ചിങ്ങത്തിൽ കല്യാണം നടത്തണമെന്നാണ്. ഏയ് ചിങ്ങം വരെയും പോകുന്ന ഇരിക്കുമെന്നുള്ള മിക്കവാറും അതിന് മുമ്പ് നടക്കും. അതെ, നിങ്ങൾ കരുതി കൂട്ടി എന്റെ മോളുടെ ഭാവി നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണോ? ആണോ? എല്ലാ നാട്ടിലും ഉണ്ട് നിന്നെയൊക്കെ പോലെ കുറെ അവന്മാര്. അയ്യോ എന്റെ പൊന്നോ, നിങ്ങളുടെ മോളുടെ ഭാവി നമ്മള് നശിപ്പിക്കാനല്ലേ? ഇനിയിപ്പൊ ഞങ്ങള് നശിപ്പിച്ചെന്ന് പറയണ്ട. നോക്കിയും കണ്ടൊക്കെ നടന്നോ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മൺവട്ടിക്ക് തലയിൽ പൊളിക്കും.
ഇതാരാ വീഡിയോ പിടിച്ചത്? അയ്യോ ഞങ്ങളല്ല. വീഡിയോ അല്ല ഇത്, CCTV ആണ്. CCTV വന്നതാണ്. CCTV യാ? ആ ഏത് CCTV? നിങ്ങളുടെ വീടിന്റെ അടുത്ത് ആർക്കാണോ CCTV ഉള്ളത് അതിനകത്ത് പതിഞ്ഞേക്കണത്. ഏയ് അത് കഴിക്കടാ. ഏയ് ആ അങ്ങനെ കഴിക്കാത്. ഹലോ ആ ആ ഞങ്ങൾ വരണാണ്. സത്യേട്ടൻ്റെ യാത്രയാണ്. അതെ, വരും വരും വരും. ഇത് വേണോടി. അപ്പുറം ഇപ്പുറം വീട്ടിലുള്ള പെമ്പിളരെ ഞാൻ ആ, കുറ്റം ആ, പറയുമ്പോ ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇപ്പൊ വളർത്തി കൊണ്ടുവരണം, അതിനേക്കാളും പാഴായി പോകുന്നു. നീ ഒന്നും മിണ്ടണ്ട. നിന്റെ തള്ള പിണങ്ങി പോയിട്ട് ഞാൻ ഒരു കുറവുമില്ല നിന്നെ വളർത്തി കൊണ്ടുവന്നില്ലേടി. കൊണ്ടുവന്നില്ല. എന്നിട്ട് നീ എന്റെ അടുത്ത് എവിടെ അയാളെവിടെ? എന്തേ കാര്യം എന്താ? എടാ കാര്യം അയാളോട് പറയാം. അയാളെ വിളിക്ക്. സത്യേട്ടാ എടാ സത്യശാല ഇറങ്ങി പാടാൻ കേട്ട്. സത്യേട്ടാ ഞാൻ മറ്റേ ഇയാള് വന്നേക്കണ്. മറ്റേ അനാക്കൊണ്ട മന്മഥൻ. നീ ആളെന്തരം കൊണ്ട് തമാശ പറഞ്ഞ് കളിക്കുക കേട്ടാ. ആ കൈ ചൂണ്ടല്ലേ. ആ നീ എന്നോട് തമാശ കളിക്കണ്ട. ആ നീ വന്നത് നന്നായി. ഞാൻ നിന്നെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാതിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് മുന്നേ ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്. തന്റെ കയ്യിൽ പണവും പത്രാസും ഉണ്ടെന്ന് കരുതി എന്നെ എന്റെ കുടുംബത്തെ അപമാനിക്കാൻ നോക്കരുത്. താൻ കാരണം ഇപ്പൊ എനിക്ക് എന്റെ കുടുംബത്തിന് പുറത്തിറങ്ങി നടക്കാൻ പോയ എന്റെ മോളോട് താൻ കാണിച്ച് എന്താണെന്നറിയാമോടാ? എടാ ഞാൻ എന്ത് ചെയ്തു? നീ ചെയ്തെന്താണെന്ന് നിനക്ക് അറിയില്ലടാ. തുറന്ന് പറയടോ എന്താണെന്ന് വെച്ചാ. നീ സംസാരിക്കരുത്. നീ സംസാരിക്കരുത്. സത്യേട്ടാ ഇത് ഭയങ്കര വൃത്തികേടായി പോയിട്ട് ചെയ്തു. എന്താ നീ എന്നോട് കാണിച്ച അതിലും വലിയ വൃത്തിയാണ്. നിങ്ങൾ മിണ്ടാതിരിക്കും. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. പരിഹരിക്കാനാണല്ലോ ഞാൻ എനിക്ക് എന്റെ കുടുംബത്തിനല്ലേ സംഭവിച്ചത്. അതെ ഞാൻ പറയാം. സത്യേട്ടാ എന്നാൽ നിങ്ങൾ ചെയ്ത് ചതിയായി പോയിട്ടാ. എന്റെ പൊന്ന ചങ്ങാതി എന്താണ് കാര്യം നിങ്ങൾ പറ, എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. അതെ വീട്ടിലിപ്പോ ഒരു CCTV ക്യാമറ വെക്കണത് വലിയ തെറ്റൊന്നല്ല. അല്ല ഞാൻ വെച്ചു. ഇവർ രണ്ടുപേരും ഈ പ്രായത്തിനനുസരിച്ച് പരസ്പരം ചിലപ്പോൾ പ്രേമിച്ചിട്ടുണ്ടാവാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അത് തന്റെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവാം. ഒരു അയൽവക്കക്കാരൻ എന്നുള്ളതിലേക്ക് താൻ എന്താ ചെയ്യേണ്ടത്? മന്മഥനെ വിളിച്ചിട്ട് ഇത് അവര് തമ്മിൽ ഇഷ്ടമാണ്, അവരെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഉപദേശിക്കല്ലേ വേണ്ടത്? എടോ അവര് തമ്മിൽ ഇഷ്ടമാണ് തന്നോട് ആര് പറഞ്ഞു? ആരെന്തിനു പറയണം? ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? ഇയാള് മാത്രമേ അറിയാവുള്ളൂ. അതെ, എന്റെ മോള് ബുദ്ധി വളരാത്തൊരു കൊച്ചാണ്. അതിൽ ഏതോ ഒരു പോങ്ങ ഒരു വണം മേടിച്ചുകൊണ്ട് കൊടുത്തപ്പോ അവൾ അറിവില്ലാതെ അത് മേടിച്ച് കയ്യിലിട്ട് അത് ഈ വായി നോക്കി ക്യാമറയിലൂടെ ലോകം മൊത്തം അറിയിച്ച് എന്റെ കുടുംബത്തിന്റെ മാനം കളഞ്ഞോ. അച്ഛ അങ്ങനെ പറയല്ലേ. എനിക്ക് വളയല്ല ഇഷ്ടം, ശീതളേട്ടനാണ് ഇഷ്ടം. എടോ ഈ മുറ്റത്തുനിന്ന് വിളിച്ചുകൊണ്ട് പോണോ ഈ സത്യേട്ടന്റെ വീട്ടിൽ അലമ്പട്ടാക്കണ എന്തിനാണ് താൻ? അതിന് കാരണക്കാരൻ ഇയാളാണ്. ഇയാൾ ഒരുത്തനാണ് അതിന് കാരണക്കാരൻ. എന്റെ മന്മഥേട്ട ഒന്ന് നിർത്ത്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത് അതിനെ കുറിച്ച് ചിന്തിക്കുക. അതെ സുധേട്ടാ, ഇനി വേറെ ഒരു വർത്തമാനം പറയണ്ട. ഞാൻ ഇവിടെ ഒരു ക്യാമറ വെച്ചു. അത് നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിന് മാപ്പ് പറയാൻ തയ്യാറാണ്. ഇനി ഞാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും മാപ്പ് പറയണം. ഉണ്ടാക്കിയിട്ടില്ല. അതെ, നിന്റെ ഒന്നും മാപ്പ് സോപ്പൊന്നും എനിക്ക് വേണ്ട. എന്റെ മോളുടെ മാനം പോയി. അവളെ കെട്ടാ ഇനി ആര് വരും? അവളെ ഞാൻ കെട്ടിക്കോളാം. നീ ഞൊട്ടും ഉണ്ടാവടാ. മാനം പോയ പിള്ളേർ പിന്നെ ആരും മാനം പോയി പെണ്ണിന് ഞാൻ എങ്ങനെയെങ്കിലും കെട്ടിച്ചാളെ. നീ നിന്റെ പണി നോക്കി പോണാ. അതെ, കൂടുതലൊന്നും സംസാരമില്ല. എനിക്ക് നഷ്ടപരിഹാരം വേണം.